നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. 1060 മാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2 മാസത്തെ പെൻഷനായ 3200 രൂപ അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തും. ഇപ്പോൾ നിലവിൽ ജനുവരി മാസത്തെ അടക്കം 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ വർഷത്തെ 3 മാസത്തെയും അതുപോലെ തന്നെ ജനുവരിയിലെയും പെൻഷൻ ഇപ്പോൾ 4 മാസം കുടിശ്ശികയായിട്ടുണ്ടെങ്കിലും 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളെയും പെൻഷൻ പല കാരണങ്ങൾ കൊണ്ട് തള്ളിയിട്ടുണ്ട്. അതെല്ലാം തള്ളിയത് എങ്ങനെയാണ് തള്ളിയത്, എന്ത് കാരണങ്ങൾ കൊണ്ട് തള്ളിയതെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ കൂടുതലായൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പെൻഷനെ കുറിച്ച് നമ്മുടെ ഫോൺ ഉപയോഗിച്ച്, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, പെൻഷൻ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തള്ളിയത് എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അതിനുമുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ ബ്രൗസർ ഉപയോഗിച്ച് പെൻഷൻ, കേരള പെൻഷൻ എന്നോ അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിലെന്നോ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ പെൻഷൻ തിരച്ചിലെന്ന് കാണുന്ന, മലയാളത്തിൽ കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവം അവിടെ കാണിക്കുക. ഇവിടെ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പെൻഷൻ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ പെൻഷൻ ID, അല്ലെങ്കിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ നമ്മൾ പെൻഷൻ അക്കൗണ്ട് വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ പെൻഷൻ ID ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആധാർ നമ്പർ വെച്ചാണ്, ഞാനിപ്പോൾ ഒരാളെ ആധാർ നമ്പർ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ കാണിക്കുന്ന ജസ്റ്റ് ആ നമ്പറുകൾ, 4 നമ്പർ ജസ്റ്റ് ഒന്ന് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താലും മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മൊത്തം നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മുടെ പേര്, ഏത് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്, എത്ര രൂപ നമ്മുടെ പെൻഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും പെൻഷൻ തുടങ്ങിയ മാസം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പെൻഷന്റെ സ്റ്റാറ്റസ് അവിടെ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് പെൻഷൻ വരുന്നത്, നമ്മുടെ അക്കൗണ്ടുകളിലേക്കാണോ അല്ല നമ്മുടെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കോ എങ്ങനെയാണ് പെൻഷൻ വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വാർഷിക വരുമാന സ്റ്റാറ്റസ്, നമ്മൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ മസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുനർവിവാദ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ ഒരു വ്യക്തിക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നതെങ്കിലും 60 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ വർഷവും നൽകേണ്ട വിധവാ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുനർവിവാഹിത എല്ലാം എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് മുൻകാലങ്ങളിൽ ലഭിച്ച സംഖ്യ, അതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം നമുക്ക് പെൻഷൻ ലഭിച്ച ഡീറ്റെയിൽസ് എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ ID ഉപയോഗിച്ച് നമുക്ക് തന്നെ സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, മസ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മസ്റ്റിംഗ് ചെയ്തിട്ടില്ലെന്ന് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കണം. എല്ലാ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ അത് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നത്, അത് അവിടെ വളരെ വ്യക്തമായി തന്നെ കാണിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ച് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് അടുത്ത വെള്ളിയാഴ്ചയോട് കൂടി ലഭിക്കുന്ന 2 മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കുകയുള്ളൂ. നിർബന്ധമായി ഇക്കാര്യങ്ങൾ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇല്ലാത്ത പക്ഷം തുറന്നവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം.